ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ളിച്ചാക്കാണ്. അപ്പം നമുക്കിന്ന് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 ചെറിയ റൗണ്ട് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് വീതി കുറഞ്ഞ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നിവർത്തിയെടുക്കാം. ഇതെല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ചുറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുറ്റി കൊടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് പീസിലും നമുക്ക് ചുറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ മുഴുവനായും ചുറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന റൗണ്ട് പീസുകളിലും ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉള്ളിച്ചാക്ക് എടുത്തു. ഇതിൽ നിന്നും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉള്ളിച്ചാക്ക് വെച്ചും നമ്മുടെ ചാനലിൽ വേറെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഉള്ളിച്ചാക്കൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതും കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചുറ്റുമുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെറുത് 2 നമ്മൾ ചെയ്തെടുത്തതിലും ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വലിയ റൗണ്ട് പീസ് ചെയ്തെടുത്തത് പോലെ തന്നെയാണ് നമുക്ക് ഇതും ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ അവിടെ നിർത്തുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വലിയ റൗണ്ട് പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ ഉള്ളിച്ചാക്കിയിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു നൂല് ഊരിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാൾ ഡെക്കർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വീണ്ടും പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നമുക്ക് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശം നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പിയുടെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഭാഗം ഇതുപോലെ മടക്കി അതിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ തണ്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളിവിടെ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുത്തു. ഇനി നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ പൂവിൻ്റെ താഴെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ലൈസ് ബോ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിത് പൂക്കളുടെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമ്മൾ ഈ ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.